നാളെ നടക്കുന്ന ബി.ജെ.പി. നിയമസഭാ കക്ഷി യോഗം ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞ നടത്തുമെന്നാണ് സൂചന. മികച്ച വിജയം നേടി 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായില്ലെന്ന നാണക്കേടിന് ഇന്നെങ്കിലും പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. അരവിന്ദ് കെജ്രിവാളിനെതിരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടാതെയായിരുന്നു ബി.ജെ.പിയുടെ മത്സരം. മികച്ച വിജയം നേടി 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി തീരുമാനം ആകുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞാലുടൻ പ്രഖ്യാപനം വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിന്നെയും വൈകി. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ആരെ തീരുമാനിച്ചാലും മറ്റെംഎൽഎമാർ എതിർസ്വരമില്ലാതെ അംഗീകരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഡൽഹി രാംലീല മൈതാനത്ത് വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. യമുനാ തീരത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും സത്യപ്രതിജ്ഞയ്ക്ക് പരിഗണിക്കുന്നുണ്ട്. വേദിയായെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നതിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേസ് ശർമ്മ, ഡൽഹി ബി.ജെ.പി. പ്രസിഡന്റ് സതീഷ് ഉപാധ്യായ, പഞ്ചാബി മുഖമായ ആശിഷ് സൂദ്, ജിതേന്ദ്ര മഹാജൻ, വിജേന്ദർ ഗുപ്ത തുടങ്ങിയ പേരുകൾ സജീവമാണ്. ജാട്ട് പഞ്ചാബി പരിഗണന മുതൽ വനിതാ പരിഗണന വരെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. വനിതാ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയാൽ ശിഖ റോയ്, നീലം പഹൽവാൻ, രേഖ ഗുപ്ത, പൂനം ശർമ്മ എന്നീ പേരുകളിൽ ഒരാൾ വരാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.